നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കൊളസ്ട്രോളും അതിൻ്റെ ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ ഹോളിസ്റ്റിക് മെഡിസിൻ ആൻഡ് സ്ട്രെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതായ ഡോക്ടർ രാജേഷ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വീടില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോയിട്ടൊരു 25-30 വയസ്സായ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എടുത്ത് നോക്കുമ്പോൾ കൊളസ്ട്രോളിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ വലിയൊരു വ്യത്യാസം കൊളസ്ട്രോളിനകത്ത് കാണുന്നു. വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇതിനകത്തില്ല. അപ്പോൾ കൊളസ്ട്രോൾ, അതായത് ബ്ലഡിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി വരുന്നത് വളരെ പല ആൾക്കാരും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ആൾക്കാരുടെ ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടി വരുന്നുണ്ടോ? അതിന് എല്ലാവരും പറയുന്നത് പോലെ വ്യായാമം മാത്രമാണ് ഒരു പരിഹാരം. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ്. രക്തത്തിലുള്ള ചെറിയ ഫാറ്റ്, യെല്ലോ കളറിലുള്ള ഖരപദാർത്ഥങ്ങളാണ്. ശരീരത്തിലെ എനർജി മേക്കപ്പിന്, നമ്മുടെ ഡെയിലിയുള്ള വർക്കുകളിന്, അതുപോലെ പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾക്ക്, ശരീരകോശങ്ങളുടെ ഘടന നിലനിർത്തുന്നതിന് പോലും കൊളസ്ട്രോൾ ആവശ്യമാണ്. പക്ഷേ നമ്മൾ പ്രമേഹത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ ഒരു ലെവലിന് മുകളിൽ വരുമ്പോഴാണ് പലപ്പോഴും കൊളസ്ട്രോൾ വില്ലനായിട്ട് മാറുന്നത്. പലപ്പോഴും അത് കൂടുന്നത് വളരെ സൈലൻ്റായിട്ടാണ്, ഒരു സിംറ്റവും കാണിക്കാറില്ല. വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു റെഗുലർ ചെക്കപ്പിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, ഇപ്പോൾ ഇൻഷുറൻസിനൊക്കെ വേണ്ടി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും പലരും കൊളസ്ട്രോൾ ലെവൽ അല്പം കൂടുതലാണ് എന്ന് കാണുന്നത്. അതിൽ വ്യായാമം കൊണ്ട് കുറയുമോ എന്ന് വെച്ചാൽ വ്യായാമം ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഈ ഫാമിലി ഹിസ്റ്ററി ഈ കൊളസ്ട്രോളിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും രണ്ടുപേരും കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവരാണ്. മക്കൾക്ക് കൊളസ്ട്രോൾ നേരത്തെ വരാനുള്ള സാഹചര്യമുണ്ട്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, എനിക്ക് എന്ത് കഴിച്ചാലും കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല, ഞാൻ എണ്ണ കൂട്ടിയാണ് പലഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ മാറി വരുന്ന ഒരു സാഹചര്യം, അതായത് പുറത്തു പോയി ചായ കുടിക്കുന്ന ഒരു ശീലം മലയാളികൾക്ക് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓഫീസിൽ പോയിരുന്നായിരുന്നാലും പണ്ട് വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അപ്പുറം അവർ പുറത്തൊന്നും കഴിക്കാറില്ല. അത് എവിടെയെന്തെങ്കിലും യാത്ര പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് കിട്ടുന്ന പൊതിച്ചോറോ ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രം പുറത്ത് നിന്ന് മലയാളി ആഹാരം കഴിച്ചിരുന്നത് ഇപ്പം മാറിയിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് വെളിയിലേക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുന്നു. ഒരു 11 മണിക്ക് ചായയും വടയും, അല്ലെങ്കിൽ ഉഴുന്നുവട, പരിപ്പ് വട, ഉള്ളിവട, ഇതുപോലെയുള്ള എണ്ണയിൽ വറുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഇവൻ 4 മണിക്കും ചായയും വടയും കഴിക്കുന്ന ഒരു ചായ-വട സംസ്കാരം ഇപ്പോൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംസ്കാരങ്ങൾ, അതായത് പുതുതായിട്ട് വരുന്ന എണ്ണയിൽ വറുത്തിട്ട് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള സംസ്കാരങ്ങൾ ഇതുപോലെയുള്ള കൊളസ്ട്രോൾ കൂടുന്നതിൽ വലിയൊരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇത് കൂടുന്നതിന് പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൊഴുപ്പ് കഴിച്ചതുകൊണ്ടോ എണ്ണ കഴിച്ചതുകൊണ്ടോ ഡയറക്റ്റ് ബ്ലഡിൽ പോയി കൊളസ്ട്രോൾ കൂട്ടുകയല്ല അത് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടി നമുക്ക് ഫാറ്റ്, നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കിട്ടുന്നത് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ 10% മാത്രമേ ഉള്ളൂ. ബാക്കി 90% കൊളസ്ട്രോളും ശരീരത്തിൽ ഉണ്ടാക്കുന്നത് കരളാണ്. കരളിൻ്റെ പ്രവർത്തനം ക്രമമാണെങ്കിൽ അവർക്ക് കൊളസ്ട്രോൾ ശരീരത്തിൽ ഉണ്ടാകുന്നതും കൃത്യമായി ഒരു അളവിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ചിലവർ പറയുന്നത് ഇപ്പോൾ എത്ര ഭക്ഷണം കഴിച്ചാലും അവർക്ക് വലിയ പ്രോബ്ലം വരാറില്ല എന്ന്. പക്ഷേ നമ്മുടെ സമൂഹത്തിലുള്ള 60% പേരും നമ്മുടെ കരളിൻ്റെ സംരക്ഷണം കൃത്യമായി നോക്കാത്തവരാണ്. കരളിൻ്റെ സംരക്ഷണം കൂടുതൽ പ്രശ്നമാക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മുടെ 4 മണിക്കുള്ള ഭക്ഷണങ്ങളും, അതുപോലെ രുചികരമായ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ, അതായത് എണ്ണയിൽ വറുത്തതും ഫാസ്റ്റ് ഫുഡ്സ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ കരളിൻ്റെ പ്രവർത്തനങ്ങളിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതാണ് കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. ഇപ്പോൾ നമുക്കിപ്പോൾ വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് പിസ്സ പോലെയുള്ള കാര്യങ്ങൾ, അതായത് വളരെ ഫാസ്റ്റ് ഉണ്ട്. പിസ്സ പോലെയുണ്ട്, ബർഗർ പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ. ഇപ്പോൾ നമുക്കറിയാം, ഫ്രൈഡ് ചിക്കൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വെളിയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തുള്ളി എണ്ണയുടെ അംശവും നമുക്ക് തോന്നുന്നത് പോലും ഇല്ല. ആ രീതിയിലാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് പോലെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് സാധിക്കും. എപ്പോഴും പറയാറുണ്ട്, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ മാത്രമാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും മലയാളികൾക്കിടയിലുണ്ട്. അപ്പോൾ എണ്ണയിൽ വറുത്തത് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ്. അത് മാത്രമാണോ? നമ്മുടെ ഏത് ആഹാരം, ഇപ്പോൾ എണ്ണയിൽ വറുക്കാത്ത, ഇപ്പോൾ തേങ്ങ കഴിച്ചാലോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കപ്പലണ്ടി കഴിച്ചാലോ ഒക്കെ കൊളസ്ട്രോൾ ഉണ്ടാകാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിനെ തകർക്കും. പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിക്കൻ നമുക്ക് വേവിച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ അതിനെ നമ്മൾ ഫ്രൈ ചെയ്ത്, അല്ലെങ്കിൽ ഒത്തിരി കെമിക്കൽസ് ഉപയോഗിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. തവിടുള്ള അരി കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ പോളിഷ് ചെയ്ത വൈറ്റ് റൈസ് കഴിച്ചാൽ അത് കുഴപ്പമാണ്. ഇപ്പോൾ ആൾക്കാർ കരുതുന്നത് പോലെ ഒരിക്കലും അതൊരു കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടല്ല കൊളസ്ട്രോൾ കൂടുന്നത്.
മധുരം ധാരാളം കഴിച്ചാലോ, കാർബോഹൈഡ്രേറ്റ്സ് അന്നജം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അരി ആഹാരങ്ങളാണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം കഴിക്കുന്നവരിൽ തന്നെയും കൊളസ്ട്രോൾ കൂടാറുണ്ട്. ഇപ്പോൾ ബ്രാഹ്മിൻസ്, ഒരു പ്രത്യേക മതവിഭാഗം, ഈ ഇറച്ചിയോ മീനോ മുട്ടയോ എണ്ണപ്പലഹാരോ കഴിക്കാത്തവരിൽ പോലും കൊളസ്ട്രോൾ വളരെയധികം കാണാറുണ്ട്. വളരെ അത്ഭുതകരമായി സാധാരണക്കാർക്ക് തോന്നുന്ന കാര്യം, വളരെ മെലിഞ്ഞ് ഇരിക്കുന്നവർക്ക്, ഇതൊന്നും കഴിക്കാത്തവരിലും കൊളസ്ട്രോൾ 300-ന് മുകളിൽ കാണുന്നു എന്നതുള്ളതാണ് സത്യം. സാധാരണഗതിയിൽ കൂടുതൽ ആൾക്കാരും അറിയാം മരുന്ന് കഴിക്കാൻ വളരെ വിമുഖതയുള്ളവരാണ് നമ്മുടെ മലയാളികൾ. അതായത് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊണ്ട് 4 ഒരു ഡോക്ടർ തന്ന അത്രയും മരുന്ന് കഴിച്ചു, പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. കാരണം പ്രത്യേകിച്ച് 20-30 ഒക്കെ വയസ്സുള്ള ആൾക്കാരുടെ അടുത്ത് മരുന്ന് കഴിച്ച് തുടങ്ങുന്ന ശീലം പറയുമ്പോൾ തന്നെ അവർക്കൊരു പക്ഷേ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ നമ്മൾ പറയുന്ന രീതിയിലേക്ക് കൺട്രോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കാം ഭാവിയിൽ ഈ രോഗി അല്ലെങ്കിൽ ഈ വ്യക്തി അനുഭവിക്കേണ്ടി വരിക? അതായത് കൊളസ്ട്രോൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു, അവർ ഡോക്ടറെ കണ്ടു, അവർ മരുന്ന് കഴിക്കുന്നു, പക്ഷേ ഡോക്ടർ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരു മാസം മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഡോക്ടർ പറയുന്നതിൻ്റെ ഒരു ചൂട് മാറിക്കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ മരുന്നങ്ങ് നിർത്തും, പക്ഷേ ശ്രദ്ധിക്കാറുമില്ല. ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും ഫലപ്രദമായ മരുന്നുകൾ, അതിപ്പോൾ അലോപ്പതിയിലാണെങ്കിലും ഹോമിയോപ്പതിയിലാണെങ്കിലും ലിവറിനകത്തുള്ള എൻസൈംസ് കറക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് ആണുള്ളത്. അങ്ങനെയാണ് കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിൽ ഉള്ള കൊളസ്ട്രോളിൻ്റെ 90% ലിവറിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന വ്യത്യാസത്തിലാണ് കൂടുന്നത്. പക്ഷേ നമ്മൾ ഭക്ഷണത്തോടൊപ്പം തന്നെ വ്യായാമവും കൃത്യമായ മരുന്നുമില്ല എങ്കിൽ കുറഞ്ഞ കൊളസ്ട്രോൾ ഗ്രാജ്വലി കൂടുന്നതായി കാണാറുണ്ട്. കൊളസ്ട്രോൾ മാത്രമല്ല, അരക്കെട്ടിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥ, അതായത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് ഇപ്പോൾ വിളിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ ഏറ്റവും അപകടകാരിയായ രോഗം, അമിതമായ കൊളസ്ട്രോൾ, അമിതമായ ഫാറ്റ്, അമിതമായ ഷുഗറിൻ്റെ അളവും പൊണ്ണത്തടിയും, ഇത് മൂന്നും കൂടി ചേർന്ന് വരുന്ന ഒരവസ്ഥ ഇപ്പോൾ വളരെ വ്യാപകമായി കാണുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലുണ്ടാകുന്ന അസുഖങ്ങളാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും, മസ്തിഷ്കാഘാതവും അതുപോലെ ഹൃദയാഘാതവും. ഇത് രണ്ടും ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെ വെച്ചിട്ട് ഈ കൊളസ്ട്രോൾ കൂടുതലുള്ളവരിൽ 3 ഇരട്ടിയാണ്. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ റിസ്ക്കും. ഈ കൊളസ്ട്രോൾ എപ്പോഴും നോക്കാനായിട്ട് പോകുമ്പോൾ എന്താണ് നമ്മളൊരു ലാബിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഫാസ്റ്റിംഗ് വേണ്ടി വരും. ഒരു കൊളസ്ട്രോൾ നോക്കുമ്പോൾ നമുക്ക് സാധാരണ ഷുഗർ ഫാസ്റ്റിങ്ങിലെടുക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ എപ്പോഴാണ് നോക്കാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സമയം? ഫാസ്റ്റിംഗ് പോവുകയാണെങ്കിൽ കൂടിയും എത്ര മണിക്കൂറാണ് നമുക്ക് ഫാസ്റ്റിംഗ് വേണ്ടത്? അതായത് രാത്രി ഭക്ഷണം കഴിച്ച് ഒരു 10 മുതൽ 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ നോക്കുമ്പോഴാണ് ഏതാണ്ട് വെറും വയറിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവാണ് എപ്പോഴും കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുക. അത് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് നോക്കുന്നതിനെക്കാട്ടിയും എപ്പോഴും കൊളസ്ട്രോളിൻ്റെ ഫ്രാക്ഷൻസ് നോക്കുന്നതാണ് നല്ലത്. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് വിളിക്കുന്ന ടെസ്റ്റാണ് നമ്മൾ ഇത് അറിയാൻ ഏറ്റവും പ്രധാനമായും നോക്കേണ്ടത്. ഈ കൊളസ്ട്രോൾ നേരത്തെ ചോദിച്ച പോലെ കൊളസ്ട്രോൾ നമുക്ക് കൂടി നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഈ വ്യക്തി പോകുക? ഇപ്പോൾ എപ്പോഴും സാധാരണക്കാർക്ക് അറിയാവുന്നതാണ് ഹൃദയത്തിന് വരുന്ന ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, മറ്റെന്തൊക്കെ, ഇതാണ് സാധാരണ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നത്. മറ്റെന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കാം കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ ഉണ്ടാകും? സാധാരണ കൊളസ്ട്രോളിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രാക്ഷൻസ്, അതായത് കൊളസ്ട്രോളിൻ്റെ ട്രൈഗ്ലിസറൈഡ് ലെവൽ ഒരു പരിധിക്ക് മുകളിൽ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ബ്ലഡിനകത്ത് ഖരപദാർത്ഥങ്ങൾ കൂടുന്ന അവസ്ഥ, രക്തക്കുഴലിൻ്റെ അകത്തുള്ള വണ്ണം ചുരുങ്ങുകയും അത് ഹാർട്ടിലാണെങ്കിലും തലച്ചോറിലാണെങ്കിലും ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. BP ക്രമാനുഗതമായി കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിധിക്ക് മുകളിൽ, അതായത് 500-750 മുകളിലേക്ക് ട്രൈഗ്ലിസറൈഡ് പോകുന്ന കണ്ടീഷൻസിൽ അവർക്ക് പ്രമേഹ രോഗബാധിത, പാൻക്രിയാസിനെ അത് ബാധിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതായത് കാലക്രമേണ അവർക്കൊരു പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇരട്ടിക്ക് മുകളിലാണ്. കൊളസ്ട്രോളിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത്, ഈ കൊളസ്ട്രോൾ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? ഇപ്പോൾ പലപ്പോഴും ബോർഡർ ലൈൻ ഉണ്ടാകുന്നത്, അതായത് 30-നും 40-നും അല്ലെങ്കിൽ 20-നും 30-നും വയസ്സിലുള്ള ആൾക്കാരുടെ കൊളസ്ട്രോൾ എടുത്തു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഈ ബോർഡർ ലൈനിൽ കിടക്കുന്ന കാര്യം പറയാം. ഡോക്ടർമാർ പോയി കഴിഞ്ഞാൽ പറയാറുണ്ട്, ഇത് മരുന്നൊന്നും ഇപ്പോൾ വേണ്ട, നമുക്ക് സൂക്ഷിക്കണം, അത് നമുക്ക് മാനേജ് ചെയ്യാൻ പെടാറതേ ഉള്ളൂ. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എപ്പോഴും ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ ഒരു 200, ട്രൈഗ്ലിസറൈഡ് ഒരു 150 മില്ലിമോൾ, അങ്ങനെ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആരോഗ്യകരം. അതിൽ കുറഞ്ഞിരുന്നാൽ വളരെ നല്ലത്. പക്ഷേ ഒരു നോക്കുമ്പോൾ കൊളസ്ട്രോൾ ഒരു 200-ന് മുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് അവർക്കൊരു 200-ന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു മെഡിസിനൽ വേണ്ടി വരുന്ന സിറ്റുവേഷൻ അല്ല.
കൃത്യമായ വ്യായാമമോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ആൾക്കാർ, സ്ട്രെസ് ഒത്തിരി കൂടിയ ആൾക്കാർ, പിന്നെ മദ്യം കഴിക്കുന്നവർ, ഇപ്പോൾ പൊതുവേ കേരളത്തിലുള്ള മലയാളികളുടെ ഒരു ശീലമാണ് ബിയർ ഉപയോഗിക്കുക. അതൊരു മദ്യമല്ല എന്നൊരു വിശ്വാസം ഇപ്പം പലരിലും യുവജനങ്ങളുടെ ഇടയ്ക്ക് കൂടുതലായിട്ടുണ്ട്. അതിനിപ്പോൾ സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമില്ല. ഇങ്ങനെയുള്ളവരിലൊക്കെ ട്രൈഗ്ലിസറൈഡ് ക്രമാനുഗതമായി കൂടി വരുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാലക്രമേണ അതൊരു ഡിസീസിലെത്തും. ഇപ്പോൾ ഫാമിലിയിൽ പാരമ്പര്യമായി പ്രമേഹത്തിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർക്കാണെങ്കിലും കൊളസ്ട്രോൾ ഒരു ബോർഡർ ലൈൻ കാണാൻ ഉള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ട മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മെഡിസിൻ അല്ല, അവർക്ക് കൃത്യമായ വ്യായാമം, ദിവസം ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ കൃത്യമായ വ്യായാമം നടക്കുകയോ ഓടുകയോ ചെയ്താൽ തന്നെ അവരുടെ കൊളസ്ട്രോൾ നല്ല ലെവലിൽ കുറയും. തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഈ എക്സസൈസ് അല്ലാതെ മറ്റെന്തൊക്കെ രീതിയിൽ നമുക്ക് കൊളസ്ട്രോൾ സഹിക്കാം? മെഡിസിനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണ് കൊളസ്ട്രോളിന് വേണ്ടിയിട്ട്? പലപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മുടെ വീട്ടിനകത്തുള്ള പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ കൊളസ്ട്രോൾ കുറയ്ക്കാറുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് വളരെ പങ്കുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഫോർ എക്സാമ്പിൾ നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ, കരളിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് ഭക്ഷണവും ഏത് ജീവിതക്രമങ്ങളും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കരളിനകത്തുള്ള എൻസൈമിലുള്ള വ്യത്യാസങ്ങളാണ് കൊളസ്ട്രോൾ കൂട്ടുന്നത്. അതുകൊണ്ടാണ് കൊഴുപ്പ് കഴിക്കുന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ വെളുത്തുള്ളി കഴിക്കുന്നത് വളരെ നല്ലതാണ്, കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ വെളുത്തുള്ളി ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അച്ചാറാക്കി കഴിച്ചാലോ ഒന്നും അതുകൊണ്ട് പ്രയോജനം കിട്ടത്തില്ല. അതിനുള്ളിലുള്ള ഒരു അല്ലിസിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമുണ്ട്. അത് ഉമിനീരുമായി ചേർന്നാൽ മാത്രമേ അത് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഘടകങ്ങൾ അതിനകത്ത് ചവച്ചരച്ച് കഴിക്കണം ഡെയിലി. അങ്ങനെ നമ്മുടെ ഉമിനീരുമായി ഈ ഘടകം വെളുത്തുള്ളി കലർന്നു കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ കുറയ്ക്കും. പക്ഷേ അതിനൊരു എരിവുണ്ട്, അത് കാരണം പലരും കഴിക്കില്ല. അത് കഴിക്കുന്നത് പലരും അച്ചാറിട്ട് കഴിക്കും അല്ലെങ്കിൽ കറികളിൽ ചേർത്ത് കഴിക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആമാശയത്തിൽ ചെന്ന ഒരു പ്രയോജനവുമില്ല. തീർച്ചയായിട്ടും. അതല്ലാതെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ഡെയിലി രാവിലെയുള്ള ഭക്ഷണം ശ്രദ്ധിച്ചാൽ അറിയാം, തിരക്കേറിയ ഒരു ജോലിയോ അല്ലെങ്കിൽ ജീവിതശൈലിയുള്ള രാവിലെ ഭക്ഷണം കഴിക്കില്ല. വയർ ഒഴിഞ്ഞു കിടന്നാൽ അത് ആമാശയത്തിലെ ആസിഡിറ്റി വർദ്ധിപ്പിക്കും. അത് ക്രമാനുഗതമായി ശരീരത്തിൻ്റെ വണ്ണവും വർദ്ധിപ്പിക്കും, കൊളസ്ട്രോളും വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ കൃത്യമായ സമയത്തുള്ള ഭക്ഷണം വളരെ പ്രാധാന്യമുണ്ട്. ഈ കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണോ, അതോ ഒരു കണ്ടിന്യൂസ് നമുക്ക് മരുന്നുകളുടെ ആവശ്യം വേണ്ടി വരുമോ? കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അത് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു വസ്തുവാണ്. അതിനെ ഒരു ലെവലിൽ കൂടാതെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. കൂടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ മരുന്നിൻ്റെ ആവശ്യം വരിക. മരുന്നിൽ കുറച്ച് കഴിഞ്ഞ് കൃത്യമായ വ്യായാമം ചെയ്യുമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഹോമിയോപ്പതിയിൽ ഒരു 3 മാസത്തെ മെഡിസിൻ കൊണ്ട് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നു. ഹോമിയോപ്പതിയിൽ കൊളസ്ട്രോൾ കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, ലിവറിൻ്റെ ഫംഗ്ഷൻ കൂടി കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് കൊളസ്ട്രോൾ കൂടുന്ന ഒരവസ്ഥ ഒഴിവാകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ശരിയാണെങ്കിൽ പിന്നെ ആ ഒരവസ്ഥ ഉണ്ടാകുകയില്ല. ഈ കൊളസ്ട്രോളിന് സ്ത്രീ പുരുഷ ഒരു വ്യത്യാസമുണ്ട്. അതായത് പുരുഷന്മാർക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി നിൽക്കുക, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ അത്രയും തന്നെ കൂടി നിൽക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ അത് രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം പുരുഷന്മാരിൽ ഇത് കൂടാനുള്ള സാധ്യത അല്പം കൂടുതലാണ്. സ്ത്രീകളെ അപേക്ഷിച്ച് സ്ട്രെസ് കൂടുതലുള്ള വർക്കുകളും അതുപോലെ ഭക്ഷണ രീതിയിലും അവർക്ക് വ്യത്യാസമുണ്ട്. കുറച്ച് പ്രോട്ടീൻ എണ്ണയിൽ വറുത്തിട്ടുള്ള ഭക്ഷണ രീതികൾ പുരുഷന്മാരിൽ കൂടുതലാണ്. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് കൂടുതലും ബിവറേജസ്, മദ്യം തുടങ്ങിയിട്ടുള്ള ബിവറേജസും കൂടുതൽ ഉപയോഗിക്കുന്നതും അവരിലാണ്. സോ അവരിൽ കൂടുതലും അവരെക്കാട്ടി ഒരു 30% സ്ത്രീകളെക്കാട്ടിയും കൂടുതലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പുതിയ ജനറേഷൻ ആൾക്കാരിൽ സ്ത്രീകൾക്കും കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഈ കൊളസ്ട്രോൾ കൂടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ ഭയക്കുന്ന ആൾക്കാർ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്? എപ്പോഴും പറയാറുണ്ട് ഈ ഡയറക്റ്റ് വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നുള്ളത്. അതായത് പപ്പടം, ഉഴുന്നുവട, പരിപ്പ് വട, ചിപ്സ്, നമ്മുടെ ജങ്ക് ഫുഡ്സുകളെല്ലാം തന്നെ. അപ്പോൾ ഈ കാറ്റഗറി വരുന്നവരെല്ലാം തന്നെ ഒഴിവാക്കാറുണ്ട്. മറ്റെന്തൊക്കെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ കൊളസ്ട്രോൾ നമുക്ക് കൂടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഒഴിവാക്കേണ്ട ഭക്ഷണം? ഏത് ഭക്ഷണവും നമ്മൾ രുചി വർദ്ധിപ്പിച്ച് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും. അത് ഏതിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കാഷ്യൂ നട്ട്സ്, കപ്പലണ്ടി, അത് പച്ചയ്ക്ക് കിട്ടുന്നതാണ്. പച്ചയ്ക്ക് കിട്ടുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. പക്ഷേ അത് വറുത്ത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുമ്പോൾ അതിനകത്തുള്ള ഫാറ്റ് കണ്ടൻറ്റും കേന്ദ്രീകൃതപ്പെടുന്നു. അവ കഴിക്കുമ്പോൾ പതുക്കെ കൊളസ്ട്രോൾ കൂടുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തേങ്ങ അരച്ച ഭക്ഷണങ്ങൾ കുഴപ്പമില്ല. പക്ഷേ അത് എണ്ണയാക്കി വറുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു കോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ, ആരാ സംസാരിക്കുന്നത്?
ഇവിടെ തേവരുന്ന. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയും. ഡോക്ടർ, ഞാൻ വിളിച്ചത് ഞങ്ങളുടെ മമ്മിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. 250 ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ നോക്കിയപ്പോ, 2-3 ഒരു മാസത്തിന് പിന്നെ നോക്കിയപ്പോ. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ ഇന്ന് നോക്കിയപ്പോ 145 ഉണ്ട്. ഗുളിക കഴിച്ചിട്ടാണോ? ഗുളിക കഴിച്ചു. അപ്പൊ ഇന്ന് നോക്കിയപ്പോ 145 ഉണ്ട്. അതപ്പോ മേലെല്ലാം ആണെങ്കിൽ അങ്ങ് ചൊറിഞ്ഞ് മൊത്തം തെടുത്തിരിക്കുന്നു. മുഖവും മേലും എല്ലാം ചൊറിഞ്ഞ് തെടുത്തിരിക്കുന്നു. അപ്പൊ അതിന്റെ അറിയാനായിട്ടൊന്ന് വിളിച്ചത്. മേല് തടിച്ചു വന്നതും കൊളസ്ട്രോളായിട്ട് ബന്ധമുണ്ടെന്ന് കരുതുന്നില്ല. എത്ര നാൾ? 1 മാസമല്ലേ മരുന്ന് കഴിച്ചോളൂ? 1 മാസമായതുള്ളൂ മരുന്ന് കഴിച്ചിട്ട്. ഇല്ല, ആ മരുന്നിന് അങ്ങനെ ഇതിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മെഡിസിൻ അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് കാണുന്നത് കുറവാണ്. നിങ്ങൾ അമ്മയ്ക്ക് അലർജിയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ബ്ലഡ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അമ്മയ്ക്ക് പ്രമേഹ രോഗമുണ്ടോ? ഉണ്ട്, ഷുഗറൊക്കെ ഉണ്ട്. അത് കൺട്രോൾഡ് ആണോ? ഷുഗർ 150 ഉണ്ട്. 150. അതൊന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ ഇത് വന്നത് ഒരു നേരിട്ട് കണ്ടാലേ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അലർജി എന്ന് കരുതുന്നത് ഒരുപക്ഷെ സ്കിന്നിൽ വരുന്ന ചെറിയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അത് കൊളസ്ട്രോളിന്റെ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആകാൻ സാധ്യതയില്ല. ഓക്കെ, മാഡത്തിന് സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. ഇതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറയും തുടരെ കഴിച്ചോളാനായിട്ട്. ഇടയ്ക്കെങ്കിലും ഒക്കെ പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒരുപാട് ലോ ആയിട്ടുള്ളൊരു അവസ്ഥയിൽ. അപ്പോൾ ഒരുപാട് കൊളസ്ട്രോൾ താഴെ പോകുന്നത് അപകടകരമാണ്. ഒരുപാട് സാധാരണ അങ്ങനെ താഴെ പോകാറില്ല. ഒരു ശരീരത്തിൻ്റെ ഒരു മെറ്റബോളിസം കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് ശരീരത്തിൻ്റെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ശരീരത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയും കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ലിവറിൻ്റെ ഫംഗ്ഷനാണ് പലപ്പോഴും കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. മരുന്ന് കഴിക്കുമ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷനിലാണ് വ്യത്യാസം വരുന്നത്. ഒരിക്കലും അത് കൊളസ്ട്രോളിനെ ഒരു ലെവലിന് താഴെ കൊണ്ടുപോകാറില്ല. ഒരു 90-ന് താഴെയൊന്നും സാധാരണ ടോട്ടൽ കൊളസ്ട്രോൾ പോകാറില്ല. അങ്ങനെയാണെങ്കിൽ അമിതമായ ക്ഷീണമോ മറ്റ് മസിൽ പെയിനോ ഉള്ള ലക്ഷണങ്ങൾ കാണിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ രക്തം പരിശോധിച്ചാൽ അത് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഈ കൊളസ്ട്രോളിൻ്റെ ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ എത്ര നാളാണ് ഇതിൻ്റെ ചികിത്സ? ഒരു ലൈഫ് ലോങ് ഇല്ല. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, 2 തരത്തിൽ ഹോമിയോപ്പതിയിൽ ചികിത്സിക്കാറുണ്ട്. ഒന്ന്, കൊളസ്ട്രോൾ ഇപ്പോൾ ഒരു 300-ന് മുകളിലോ 400 ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള മെഡിസിൻ കഴിച്ചാൽ ഒരു 2 ആഴ്ച മുതൽ 1 മാസം കൊണ്ട് തന്നെ നല്ല ലെവലിലേക്ക് കൊളസ്ട്രോൾ കുറഞ്ഞു വരാറുണ്ട്. പക്ഷേ കുറയുന്നതല്ല കാര്യം. ഇത് തുടർച്ചയായി മരുന്ന് നിർത്തിയാലും അവർക്ക് വരാതിരിക്കണം എന്നുള്ളതാണ് പ്രധാന കാരണം. ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് അവരുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ കൂടെ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലിവറാണ് കൊളസ്ട്രോൾ ലെവൽ മരുന്ന് കഴിക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഓർഗൻ. അപ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ കൂടി കറക്റ്റ് ചെയ്യുന്ന മെഡിസിൻ ഹോമിയോപ്പതിയിലുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പിന്നെ തുടർച്ചയായി കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് രോഗിക്ക് എത്തിച്ചേരാം. തീർച്ചയായിട്ടും. ഒരു കോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഡോക്ടർ നമ്മുടെ പോണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ, പറയൂ. സാർ, ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ആൾക്ക് കൊളസ്ട്രോൾ 304 ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അങ്ങനെ കഴുത്ത് വേദന കാണാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഹോമിയോ ഡോക്ടറെ തന്നെയാണ് കാണിച്ചിരുന്നത്. ഓക്കെ. ആളെ കാണിച്ചപ്പോൾ ആള് പറഞ്ഞത് കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ഇങ്ങനെ പെയിൻ വരും എന്ന് പറഞ്ഞു. അതൊന്നും അറിയാനായിരുന്നു. ഹസ്ബൻഡ് എത്ര വയസ്സുണ്ട്? ആൾക്കിപ്പോൾ 33. ഓക്കെ. 33 വയസ്സിൽ കൊളസ്ട്രോൾ 340 വരണമെന്നുണ്ടെങ്കിൽ 304 വരണമെങ്കിൽ മെറ്റബോളിസം കൂടി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക. ഹസ്ബൻഡിൻ്റെ തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. തൈറോയിഡ് ഹോർമോൺ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആണ്. ഓക്കെ. പിന്നെ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടോ ആളിന്? ഓക്കെ. ലിവർ ഫംഗ്ഷൻ നോർമലാണോ? ഓക്കെ. പുള്ളിക്കാരൻ്റെ ഫാമിലിയിൽ കൊളസ്ട്രോൾ കൂടുതലുള്ള ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പോൾ ചിലവർക്ക് അതുപോലെ പാരമ്പര്യമായി കാണാറുണ്ട്. അങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു പാരാമീറ്റേഴ്സ് ഒരു 3 മുതൽ 6 മാസം കൂടുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. നിങ്ങൾ ആ ഡോക്ടറെ കണ്ടിട്ട് റെഗുലറായിട്ട് ഒരു 3 മാസത്തെ മെഡിസിൻ കഴിക്കുകയുള്ളൂ. ഈ ഒരു ടെൻഡൻസി കുറഞ്ഞു കിട്ടും. ഹസ്ബൻഡിനോട് റെഗുലറായിട്ട് വ്യായാമം ചെയ്യാൻ പറയുക. ഭക്ഷണക്രമങ്ങളും ശ്രദ്ധിക്കാൻ പറയുക. ഓക്കെ, മാഡത്തിൻ്റെ സംശയം മാറിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കാം. വിളിച്ചതിന് നന്ദി. കൊളസ്ട്രോൾ എപ്പോഴാണ് മരുന്ന് കഴിച്ച് തുടങ്ങേണ്ടത്? എപ്പോഴും ഒരു ചോദ്യമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ കൊളസ്ട്രോൾ കണ്ടു കൂടി നിൽക്കുന്നു, ഞാൻ ഉടനെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണോ? എപ്പോഴാണ് നമ്മൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ച് തുടങ്ങേണ്ടത്? ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമല്ല വിഷയം. ട്രൈഗ്ലിസറൈഡും LDL-ഉം ഒരേപോലെ കൂടി നിൽക്കുന്ന കണ്ടീഷനിൽ തീർച്ചയായും മരുന്ന് തുടങ്ങേണ്ടതാണ്. ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്, HDL എന്ന് വിളിക്കുന്ന കൊളസ്ട്രോൾ ഉണ്ട്. അത് സാധാരണഗതിയിൽ 40-ന് താഴെ പോകാൻ പാടില്ല.
60 നോർമലി നിൽക്കേണ്ടതാണ്. 60 നിൽക്കുന്ന ഒരാൾക്ക് നമുക്ക് വേണമെങ്കിൽ കൊളസ്ട്രോളിന് അവർക്ക് എക്സസൈസ് ചെയ്തു നോക്കാൻ പറയാം. നല്ല കൊളസ്ട്രോൾ ശരീരത്തിലുണ്ടെങ്കിൽ മോശം കൊളസ്ട്രോളിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ തന്നെ മരുന്നില്ലെങ്കിലും കുറഞ്ഞു വരും. പക്ഷേ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും മോശം കൊളസ്ട്രോൾ ക്രമാനുഗതമായി കൂടുകയും ചെയ്യുകയാണ് അവിടെ മരുന്ന് ആവശ്യമായി വരിക. ഓക്കെ. അപ്പോൾ സാധാരണഗതിയിൽ എക്സസൈസ് ഡോക്ടർമാർ പറയാറുണ്ട്. അപ്പോൾ ഒരു എക്സസൈസ് റെജിമെൻ എന്ന് പറയുന്നത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമുക്കത് വീണ്ടും ആ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം? ഒരു വളരെ ഉയർന്നു നിൽക്കുന്ന കൊളസ്ട്രോളുള്ള ലെവലാണെന്നുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണം. വ്യായാമം എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ ബ്രിസ്ക് വാക്ക്, ഐ മീൻ സ്പീഡിലുള്ള നടപ്പ് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് ജോഗിങ് നല്ലതാണ്. ഇതിനൊന്നിനും സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ വീട്ടിൽ തന്നെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ എക്സസൈസുകൾ ചെയ്യാം, പുഷപ്പുകൾ ചെയ്യാം. ഇതെല്ലാം വ്യായാമമാണ്. അപ്പോൾ ഇതിന് സമയമില്ല എന്നുള്ളതല്ല, ജീവിതചര്യയിൽ വ്യായാമം ഒരു കൃത്യമായ ഭാഗമായി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. വ്യായാമം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അഡീഷണൽ ചെയ്യുന്നൊരു ജോലിയല്ല. അത് കൊളസ്ട്രോൾ കൂടുന്നതിന് മാത്രമല്ല, ഒത്തിരി ടെൻഷനോ ബാക്കി എന്ത് ഘടകങ്ങളും കുറയ്ക്കാൻ വ്യായാമം തന്നെയാണ് ഏറ്റവും നല്ല മരുന്ന്. അത് റെഗുലറായിട്ട് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വലിയ മരുന്നിൻ്റെ ആവശ്യം വരില്ല, ഒരസുഖങ്ങളും ട്രീറ്റ് ചെയ്യാൻ. തീർച്ചയായിട്ടും ഈ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ ഉണ്ടാകാറുണ്ട്. ചില ആൾക്കാരെ പറയും കണ്ണിനടിയിൽ കറുപ്പ് വരിക, ഏതെങ്കിലും സ്കിൻ ടാഗുകൾ വരിക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രോളിന് ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സിംറ്റംസ് കാണിക്കാറുണ്ട്? പതിവില്ലാത്ത ക്ഷീണം അനുഭവപ്പെടാറുണ്ട്, ചിലവർക്ക് ജോയിൻറ്റ് പെയിൻ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ചിലവർക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ളവരോ അല്ലെങ്കിൽ മുതുകിൽ കഴുത്തിന് താഴെയുള്ള ഭാഗങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നവരുണ്ട്. മുഖത്ത് ഒരു ചീർപ്പ് വരാം, കവിളുകളിൽ തൂങ്ങാം, രണ്ടാമത്തെ താടി, അതായത് താടിയുടെ താഴത്തെ ഭാഗത്ത് ഫാറ്റ് അടിഞ്ഞു കൂടുക. ഇതുമാത്രമല്ല, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി, ഡെയിലിയുള്ള ആക്ടിവിറ്റിക്കുള്ള ഉന്മേഷം അവർക്ക് കുറവായിരിക്കും. ഇങ്ങനെയുള്ളവരിൽ നമ്മൾ കൃത്യമായി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ചിലവരിൽ തൈറോയ്ഡ് രോഗം, ഞാൻ നേരത്തെ രോഗിയോട് പറഞ്ഞതുപോലെ തൈറോയ്ഡ് രോഗമുള്ളവരിൽ തൈറോയ്ഡ് ഹോർമോൺ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരിലും ഈ പറഞ്ഞ ക്ഷീണമോ അല്ലെങ്കിൽ അമിതവണ്ണമോ കണ്ടു എന്ന് വരാം. ഇങ്ങനെ സിംറ്റംസ് നോക്കിയും കൊളസ്ട്രോൾ തിരിച്ചറിയാം. നേരത്തെ പറഞ്ഞ പോലെ ഈ കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചൊരു 3 മാസം കഴിഞ്ഞ് നോർമൽ ആയവർ വീണ്ടും ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹോമിയോപ്പതി ചികിത്സയിൽ വീണ്ടും ഈ കൊളസ്ട്രോൾ എത്ര നാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്യണം. വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അത് ഉയരാതെ നോക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയാണ് അവരുടെ ജീവിതചര്യയിൽ മാറ്റേണ്ട മാറ്റങ്ങൾ? കൃത്യമായി നിങ്ങളുടെ കരളിനെ ആരോഗ്യമായി നിർത്തുന്ന ആരോഗ്യശീലങ്ങൾ, അതായത് ചിലവർ ശ്രദ്ധിച്ചറിയാം, രാത്രി ഉറക്കം വളരെ ലേറ്റായിട്ടായിരിക്കും, രാവിലെ ഒരുപാട് നേരം കിടന്നുറങ്ങും, പകലുറങ്ങുന്ന ശീലങ്ങൾ, അമിതവണ്ണം, വയറൊരുപാട് ഉണ്ടാകുക, പിന്നെ ഭക്ഷണത്തിൽ മധുരത്തിൻ്റെ അളവ് ഒരുപാട് കൂട്ടുക, ഇങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊളസ്ട്രോൾ ഒരു രോഗമായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതശൈലി പ്രോബ്ലം ആകുന്നതുകൊണ്ടാണ്. അത് മാരകമാകുന്നത് അവർക്ക് പ്രമേഹമോ മറ്റ് BP അങ്ങനെയുള്ള അസുഖങ്ങൾ കൂടെ വരുമ്പോഴാണ് അതൊരു മാരകമായിട്ട് മാറുന്നത്. സോ ലൈഫ് സ്റ്റൈൽ റെഗുലേറ്റ് ചെയ്യുമെങ്കിൽ തന്നെ ഒരു 90% ഈ അസുഖം വീണ്ടും വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ളത് ഈ മറ്റുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ, ഇപ്പോൾ പ്രമേഹ രോഗികളുള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, അപ്പോൾ ഇത്തരക്കാരിൽ ഈ കൊളസ്ട്രോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ പോലെ തന്നെ എക്സസൈസ് ചെയ്ത് കുറഞ്ഞു വരുമെന്ന് കരുതി അവർക്കും ഇരിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഒരു പ്രമേഹ രോഗമുള്ളവർക്ക് കൊളസ്ട്രോൾ കൂടി ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഏതാണ്ട് 3 ഇരട്ടിയോളമാണ്. അവർക്ക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് 2 ഇരട്ടിയോളമാണ്. പലരിലും പ്രത്യേകിച്ച് സിംറ്റംസ് കാണാതെ തന്നെ കൊളസ്ട്രോൾ കൂടുമെന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് ബ്ലഡിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും. അതോടൊപ്പം കൊളസ്ട്രോളിൻ്റെ ഘടകങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർക്കൊരു അറ്റാക്ക് വളരെ എളുപ്പത്തിലുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും കൊളസ്ട്രോളിൻ്റെ ലെവൽ, ഒരു ടോട്ടൽ കൊളസ്ട്രോൾ ഒരു 170 മുകളിൽ പോകാതെ നോക്കണം. LDL ലെവൽ, അതായത് ഡേഞ്ചറസ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 100 മുകളിലേക്ക് ഉയരാതെ നോക്കണം. അത് 150 വരികയാണെങ്കിൽ തന്നെ വ്യായാമം ചെയ്യൂ എന്ന് പറയാതെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവർക്ക്. തീർച്ചയായിട്ടും നമ്മൾ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊളസ്ട്രോളിനെ കുറിച്ച് ഡോക്ടർ കൊടുക്കേണ്ട നിർദ്ദേശം? കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു രോഗമായിട്ടല്ല, അതൊരു ജീവിതശൈലി എപ്പോൾ മോശമാകുന്നോ അപ്പോഴും വരുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ വ്യായാമം എന്ന് പറയുന്നതും ഭക്ഷണം, ക്വാളിറ്റി ഉള്ള ഭക്ഷണം കൃത്യമായ സമയത്ത് കഴിക്കുക. നിങ്ങളുടെ കൊഴുപ്പ് മാത്രമല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഓരോരുത്തരിലും ഉണ്ടാകണം. കൊഴുപ്പോ എണ്ണയോ ഒഴിവാക്കിക്കൊണ്ട് മാത്രം ഈ ഒരു ഭീഷണിയിൽ നിന്ന് ആരും വിമുക്തരാകുന്നില്ല എന്ന് മനസ്സിലാക്കണം. മധുരം, കാർബോഹൈഡ്രേറ്റും മറ്റു ഭക്ഷണങ്ങളും ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. അരവയർ ഭക്ഷണം എന്നുള്ള നമ്മുടെ പഴമക്കാർ വച്ചിരുന്ന ഒരു ശീലം നമ്മളും ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം തന്നെ ഉണ്ടാകില്ല.
തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൊളസ്ട്രോളിനെ കുറിച്ചും അതുപോലെ തന്നെ കൊളസ്ട്രോൾ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ ആഹാര രീതിയിൽ മാറ്റേണ്ട മാറ്റങ്ങളെക്കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.